ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി മാത്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസി മാത്സിലേക്ക് സ്വാഗതം പറയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീഡിയോ ഇട്ടതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇന്നലെ കുറച്ചധികം ഉറങ്ങിപ്പോയി. നിങ്ങൾക്കറിയാം, രാവിലെ 3 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് മാക്സിമം എല്ലാ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പൊ ഞാനിവിടെ നിങ്ങളിപ്പോ താഴത്ത് കാണുമ്പോൾ ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2 ടോപ്പിക്കും മസ്റ്റ് ആയിട്ട് പഠിക്കണം. 9 മാർക്കാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈൻ നമുക്ക് പഠിച്ചു നോക്കാം. എ ലൈൻ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 2,3 and 5,9. 2,3 5,9 ഈ 2 ബിന്ദുക്കളും യോജിക്കുന്ന വരയുടെ ഇക്വേഷൻ സമവാക്യം എന്താണ് ചോദ്യം. അപ്പൊ ആദ്യം എന്താ പറയട്ടെ, നിങ്ങൾ ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടുപിടിക്കുന്നത് അതിന്റെ ചരിവാണ്. ചരിവ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് m എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. സോ m is equal to y2 minus y1 by x2 minus x1. ഈ ഇക്വേഷൻ എഴുതിയാൽ അതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. ഓക്കെ, y2 minus y1 by x2 minus x1. 9 minus 3 ഇതാണ് y2, ഇതാണ് y1 divided by x2 minus x1. 5 minus 2. 9 3 കുറച്ചാൽ 6 ആണ്. 5 by 5 minus 3 ആണ്. 5 2 കുറച്ചാൽ 2 കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നമ്പർ മാറ്റാൻ കുറച്ചുകൂടി പെട്ടെന്ന് ഏത് ചോദ്യം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ നമ്പർ ഒന്ന് മാറ്റാണ്. 8 minus 3 ആക്കുകയാണ്. 8 minus 3 ആണ്. 5 by 3 കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മാറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും നമ്പർ കിട്ടും. ഇത് പറ്റുവാണ് 2/1 നിർത്താൻ മതി. അടുത്ത സ്റ്റെപ്പ് ഈ വരുന്ന സമവാക്യം നമ്മൾ യൂസ് ചെയ്യുന്ന സമവാക്യം വെരി ഇമ്പോർട്ടന്റ്. ഇത് പഠിക്കാതെ പോകുന്നത് y minus y1 by x minus x1 is equal to ഈ എഴുതിയ ഉത്തരം y2 minus y1 by x2 minus x1. ഈ ഇക്വേഷൻ ആണ് വെരി ഇമ്പോർട്ടന്റ്. ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് വരയുടെ സമവാക്യം. സോ y minus y1 ഇത് കിട്ടും y minus y1 ആയിട്ട് ആദ്യത്തെ നമ്പർ by x minus x1 ആയിട്ട് നമ്പർ. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കാതെ പോയത്. ഈസ് ഈക്വൽ ടു 5/3. ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ഒക്കെ സെയിം തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. ഞാൻ ഈ പറയുന്ന അതേ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ ഇത് കിട്ടും. ഇതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 into y minus 3 equal to 5 into x minus 2. Okay, so 3 into y minus 3y minus 9 equal to 5x minus 10. Okay, മാക്സിമം 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ഇന്ന് സൈലത്തിന്റെ മാരത്തോൺ ലൈവ് ഉണ്ട് 7:15 എല്ലാവരും വരണം, മസ്റ്റ് ആണ്. സോ 3y minus 10 is equal to 5x minus 10 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന മുഴുവൻ ടേമിന് ഈക്വൽ അങ്ങോട്ട് ഉണ്ടാവും. ഇവിടെ ഓൾറെഡി 5x ഉണ്ട്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ പ്ലസ് 3y അങ്ങോട്ട് ഉണ്ടാൽ മൈനസ് 3y, ഈ മൈനസ് 9 അങ്ങോട്ട് ഉണ്ടാൽ പ്ലസ് 9. അപ്പൊ ഇവിടെ ഓൾറെഡി മൈനസ് 10 ഉണ്ട്, അങ്ങനെ തന്നെ എഴുതി മൈനസ് 9 കൊണ്ടുപോകും പ്ലസ് 9. സോ ഈ കിട്ടിയ ഉത്തരമാണ് 5x minus 3y minus 1 equal to 0. ഓക്കെ, അപ്പോ ഞാനിവിടെ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം മാത്രമാണ് വരുന്നത്. അതിൽ 9 ആക്കിയെന്നുള്ളൂ. ഇനി ഞാൻ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സ്ലോപ്പ് എഴുതി, സമവാക്യം എഴുതി. അടുത്ത ചോദ്യം 1,5 ഈ വരയിലെ പോയിന്റാണ്. ഒരു കുഴപ്പമില്ല, ആ ചോദ്യം തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 1,5. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം കേട്ടോ. 1,5 ഈ വരയിലെ പോയിന്റാണ് ചെക്ക് ചെയ്യാൻ ഒരു പണിയില്ല. എക്സിന് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, 1 y-ക്ക് 5 കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നോക്കാം. എക്സിന് 1 കൊടുത്താൽ എന്താ കിട്ടുക, 5 into 1 5 മൈനസ് 3 into y-ക്ക് 5 കൊടുത്താൽ 5 minus 1 equal to എന്താ ഉത്തരം കിട്ടുന്നത്, 5 minus 15 minus 1 that is minus 10 minus 11 കിട്ടും. ശരിക്കും നമുക്ക് എത്ര കിട്ടിയ 0 കിട്ടില്ലേ, പക്ഷെ നമുക്ക് കിട്ടിയ എത്ര minus 11. അപ്പൊ ഇതെന്തല്ല, ഈ വരയിലെ പോയിന്റ് അല്ല. ഇത് ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്താണോ ഇവിടെ ഉള്ളത്, ആ 0 എന്താണ് നമ്മൾ പൊതുവെ എഴുതാറുള്ളത്, അത് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ആ വരയിലെ പോയിന്റ് ആവുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. ഈ കാണുന്ന വര എക്സ് അക്ഷത്തെ മുറിച്ച് കടക്കുന്ന പോലെ, ഇത് വെരി ഇമ്പോർട്ടന്റ്. ഈ കാണുന്ന വര എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോലെ. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ y 0 ആയിരിക്കും. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എക്സ് ആക്സിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അവിടെ y എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ കാണുന്ന ഇക്വേഷനിൽ y-ക്ക് 0 ഉണ്ട്. 5 into 0 സോറി y-ക്ക് 0, എക്സിന് അങ്ങനെ തന്നെ ഉണ്ട്. 5x minus 3 into 0 minus 1 equal to 0. അപ്പൊ 5x minus 1 equal to 0, 5x equal to 1, x equal to 1/5. x ന്റെ വാല്യൂ എത്രയാണ്, 1/5. So the answer is 1/5, is the right answer. ഇതാണ് x ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ്. y ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഈ കാണലിൽ y-ക്ക് x-ന് 0 കൊടുത്താൽ മതി. അപ്പൊ 0 minus 3y minus 1 equal to 0, minus 3y equal to 1, y equal to minus 1/3.
സോ ഈക്വൽ ടു 1 ബൈ -3 -1/3 0. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. 4 മാർക്ക് 5 മാർക്ക് ഷുവർ ആണ്, ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. ഇതേപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഇക്വേഷൻ ഓഫ് സർക്കിൾ. മക്കളെ നിങ്ങൾക്ക് അറിയാലോ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കട്ടെ. മക്കളെ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചോദ്യമാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ചോദ്യം, ചോദ്യ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. സോ ഈ കാരണം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, ചിത്രം തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചിത്രം തരില്ല. ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കാം. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ചോദ്യത്തിൽ സർക്കിളിന്റെ ഇക്വേഷൻ കാണാൻ നിങ്ങൾ നിർബന്ധമായിട്ട് 2 കാര്യം പഠിച്ചു വെക്കണം. ഒന്ന് സർക്കിളിന്റെ സെന്റർ ആണ്, അതില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. അത് ചോദ്യത്തിൽ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. രണ്ടാമത് അതിന്റെ റേഡിയസ് ആണ്, 6. ഇപ്പൊ സെന്റർ A, B ആണെങ്കിൽ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ പറയുക, x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെന്റർ എന്ന് പറഞ്ഞാൽ A, B, r എന്ന് പറഞ്ഞാൽ 6. ഇവിടുത്തെ സർക്കിൾ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ്. അത് നിങ്ങൾ ഏത് ചോദ്യം വന്നാലും ഇതേപോലെ ചെയ്യാം. 2 പോയിന്റ് തരും. ചിലപ്പോൾ എന്താ തരാ, ഒരു വരയിലെ 2 എൻഡ് പോലെ തരാം. ഇത് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിലെ വ്യാസം എത്രയാണെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് തന്നു മക്കളെ. അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഡയമീറ്റർ അഥവാ വ്യാസം കിട്ടി. ഓക്കെ ആണല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താ, വൃത്തത്തിലെ കേന്ദ്രത്തിന്റെ സൂചന. ഇത് സെന്റർ എന്താണ്, അവിടെ നമ്മൾ യൂസ് ചെയ്തത് മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദു. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 0 + -3 plus -3 by 2, 4 plus 0 by 2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, -3/2, 4/2. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ -1.5 എന്ന് എഴുതാം, 2. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ സെന്ററും അറിയണം, റേഡിയസും അറിയണം. അത് രണ്ടും നമുക്കറിയാം. അപ്പോൾ x - a എന്ന് പറഞ്ഞാൽ -1.5, ഇതാണ് സെന്റർ A. അപ്പോൾ x - -1.5 ഹോൾ സ്ക്വയർ പ്ലസ് y - b എന്ന് പറഞ്ഞാൽ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഓക്കെ, ഇനി റേഡിയസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. മിഡ് പോയിന്റ് കണ്ടതിന് ശേഷം ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ എന്ത് കിട്ടും, r സ്ക്വയർ 2.5 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.25. ഇത്ര രീതിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്, ഫുൾ മാർക്ക്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ രീതിയിലായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഇനി എക്സ് അക്ഷത്തെ മുറിച്ച് എടുക്കുന്നത് പറഞ്ഞാൽ ഈ കാരണം വൈക്ക് 0 കൊടുത്താൽ മതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ 2 ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. പ്രത്യേകിച്ച് സർക്കിൾസ് നിങ്ങൾ എന്തായാലും പഠിക്കുക, അത്രയും ഈസി ആയിട്ട് ടോപ്പിക്കാണ്. സർക്കിൾസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മക്കളെ. സെന്റർ കാണാനുള്ള ചോദ്യം ഉണ്ടാവും, റേഡിയസ് കാണാനുള്ള ചോദ്യം ഉണ്ടാവും, അതുപോലെ ഇതിന്റെ ഇക്വേഷൻ കാണാനുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് മക്കളെ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഈ ക്ലാസ്സുകളൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.